റോബിൻ ബസ് പെർമിറ്റ് ചട്ടങ്ങൾ കർശനമായി പാലിക്കണമെന്ന് ഹൈക്കോടതി. പെർമിറ്റ് ചട്ടം ലംഘിച്ചാൽ സർക്കാരിന് അക്കാര്യം സിംഗിൾ ബെഞ്ചിൽ അപേക്ഷ മുഖേന അറിയിക്കാം. ചട്ടലംഘനം കണ്ടെത്തിയാൽ സിംഗിൾ ബെഞ്ചിന് ഉചിതമായ ഉത്തരവിടാമെന്നും ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. റോബിൻ ബസിനെതിരായ സർക്കാരിന്റെ അപ്പീൽ തള്ളിയാണ് ഡിവിഷൻ ബെഞ്ച് ഉത്തരവ്. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നുണ്ട്. രേഷ്മ, വിശദാംശങ്ങൾ. ചില ഉപാധികളുടെ അടിസ്ഥാനത്തിൽ ഈ ചട്ടലംഘനം ചൂണ്ടിക്കാട്ടി ഈ റോബിൻ ബസ് പിടിച്ചെടുക്കുകയാണെങ്കിൽ തിരികെ വിട്ടുകൊടുക്കണമെന്ന് സിംഗിൾ ബെഞ്ച് ഇടക്കാല ഉത്തരവിറക്കിയിരുന്നു. അതിനെതിരെ സർക്കാർ നൽകിയ അപ്പീലാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായിട്ടുള്ള ഡിവിഷൻ ബെഞ്ച് തള്ളിയിരിക്കുന്നത്. ഒപ്പം തന്നെ ചില നിർദ്ദേശങ്ങൾ കൂടി ഡിവിഷൻ ബെഞ്ച് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കൃത്യമായിട്ടുള്ള പെർമിറ്റ് ചട്ടങ്ങൾ റോബിൻ ബസ് കർശനമായിട്ട് തന്നെ പാലിക്കണം. ഏതെങ്കിലും കാരണവശാൽ പെർമിറ്റ് ചട്ടലംഘനം ഉണ്ടായാൽ അത് ബന്ധപ്പെട്ട അധികാരികൾക്ക് അക്കാര്യം സിംഗിൾ ബെഞ്ചിൽ അറിയിക്കാം. അപേക്ഷ മുഖേനയായിരിക്കണം അറിയിക്കേണ്ടത്. അങ്ങനെ അറിയിക്കുന്ന പക്ഷം ഈ ചട്ടലംഘനം കണ്ടെത്തുകയാണെങ്കിൽ സിംഗിൾ ബെഞ്ചിന് ഉചിതമായിട്ടുള്ള ഉത്തരവ് പുറപ്പെടുവിക്കാമെന്ന് കൂടി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട്. റോബിൻ ബസിനെതിരായിട്ടുള്ള സർക്കാരിന്റെ അപ്പീൽ തള്ളിക്കൊണ്ടാണ് ഈ നിർദ്ദേശം ഹൈക്കോടതി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഒരാഴ്ചയ്ക്കുള്ളിൽ ബന്ധപ്പെട്ട ഹർജികളിന്മേൽ അതാത് ഈ സർക്കാർ അടക്കമുള്ള അതോറിറ്റികൾ കൃത്യമായിട്ട് സത്യാമൂലം സമർപ്പിക്കാമെന്നുള്ള നിർദ്ദേശം കൂടി ഡിവിഷൻ ബെഞ്ച് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ റോബിൻ ബസ് നൽകിയ ഹർജിയിലായിരുന്നു ഇത്തരം ഒരു ഇടക്കാല ഉത്തരവ് സിംഗിൾ ബെഞ്ച് പുറപ്പെടുവിച്ചത്. അതായത് ബസ് പിടിച്ചെടുക്കുകയാണെങ്കിൽ അത് കൃത്യമായിട്ട് നിർദ്ദേശങ്ങളുടെ ഉപാധികളുടെ അടിസ്ഥാനത്തിൽ ബസ് വിട്ടുകൊടുക്കണം എന്നുള്ളതായിരുന്നു ഇടക്കാല ഉത്തരവ്. ആ ഇടക്കാല ഉത്തരവ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു സർക്കാർ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകിയത്. എന്തായാലും ആ അപ്പീൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളിയിരിക്കുകയാണ്. ഒപ്പം തന്നെ പെർമിറ്റ് ചട്ടങ്ങൾ കൃത്യമായിട്ട് റോബിൻ ബസ് പാലിക്കണമെന്നുള്ള കർശന നിർദ്ദേശം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു. ചട്ടലംഘനം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് സിംഗിൾ ബെഞ്ച് മുൻപാകെ സർക്കാരിനെ അറിയിക്കുകയും അക്കാര്യത്തിൽ സിംഗിൾ ബെഞ്ചിന് ഉചിതമായിട്ടുള്ള തീരുമാനം എടുക്കാമെന്നും ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയിരിക്കുകയാണ്. വിഷ്ണു, ചട്ടലംഘനം കണ്ടെത്തിയാൽ സിംഗിൾ ബെഞ്ചിന് ഉചിതമായ തീരുമാനമെടുക്കാമെന്നാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത്. പെർമിറ്റ് ചട്ടങ്ങൾ റോബിൻ ബസ് പാലിക്കണമെന്നും ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. രേഷ്മ ബാബുവാണ് വിശദാംശങ്ങൾ നൽകിയത്.